ശരണത്താലെ നിൻ കൃപയിൽ രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിനക്ക് ഞങ്ങൾ നന്ദി പറയുകയും തിരുനാമത്തെ
വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. തന്റെയും തന്റെ പിതാവിന്റെയും പരിശുദ്ധരുടെയും തിരുവിഷ്ടുപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി ബലിയായി അർപ്പിക്കപ്പെടുകയും തന്റെ വിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും പാപപരിഹാരപ്രദമായ രക്തം പാനീയമായും നൽകുകയും ചെയ്ത ഞങ്ങളുടെ ദൈവമായ മശിഹാ തമ്പുരാനേ, നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നിലുള്ള ഭയഭക്തി ഞങ്ങൾ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങൾ സ്ഥാപിക്കണമേ. സുഹൃത്ത് നടപടികളാൽ ഞങ്ങളെ അലങ്കരിക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളെ മരിച്ചുപോയവർക്കും പാപമോചനം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിരന്തരം നിന്നെയും നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും പരിശുദ്ധ റൂഹായെയും ഇന്നും എന്നാളും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിന്റെ ഭാവരികാരപ്രദമായ വിശുദ്ധ ബലിപീഠത്തിൽ നിന്നും നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള അനുഗ്രഹങ്ങളോടും വഴിയാഹാരങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയവുമായ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ നാം ഫലമേൽപ്പിക്കുന്നതായ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുകയും ദൂരസ്ഥന്മാരോടുകൂടെ സമീപസ്ഥരും മരിച്ചുപോയവരോടുകൂടെ ജീവനുള്ളവരും നമ്മുടെ കർത്താവിന്റെ വിജയസ്ലീബയാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കും, നിങ്ങളെ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനം പാപിയുമായ ദാസനാകുന്നു. നിങ്ങളെ പ്രാർത്ഥന മുഖാന്തര കരുണയും സഹായവും പ്രാപിപ്പാനിടവരട്ടെ. വാത്സല്യ മക്കളെ, നിങ്ങൾ സന്തോഷിച്ച് സംതൃപ്തരായി സമാധാനത്താലേ പോകുവിൻ. നാൾതോറും എന്റെ ബലഹീനതയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. കുർബാന അനുഭവിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന. എന്റെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ യോഗ്യനാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ.
മോചനത്തിനും നിന്മൂല ഞാൻ യോഗ്യനായി തീരണമേ. ആമേൻ. അന്ത്യവിധി തീർപ്പിൽ
പ്രാർത്ഥന ഏറ്റെടുക്കണം. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാൻ അവനെ എഴുന്നേൽപ്പിക്കുമെന്നും പുണ്യവും പരിശുദ്ധവുമായ നിന്റെ തിരുവായ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. എന്റെ കർത്താവേ, നിന്റെ പരിശുദ്ധ ശരീരം ഞാൻ ഭക്ഷിക്കുകയും പുണ്യപ്രദമായ നിന്റെ രക്തം കുടിക്കുകയും ചെയ്തിരിക്കുന്നു. അവ എനിക്ക് ന്യായവിധിക്കോ പ്രതികാരത്തിനോ ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനുമായി തീരാതെ എന്റെ കർത്താവും എന്നേക്കും എന്റെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പുനരുദ്ധാനത്തിനും നിന്റെ ഭയങ്കര സിംഹാസനത്തിനും മുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി തീരണമേ. ആമീൻ. ഈ ഇടവകയുടെ ശുശ്രൂഷ നിർവഹിക്കുന്ന അത്രയും ബഹുമാനപ്പെട്ട തോമസ് കോരാച്ചൻ, വന്നു ചേർന്നിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം, സന്തോഷകരമായ ഒരു ദിവസമാണല്ലോ ഇന്ന്. നമ്മുടെ കർത്താവിന്റെ രക്ഷാകരമായ രക്ഷാനുഭവത്തിലൂടെയും ക്രൂശാരോഹണത്തിന്റെയും അതുപോലെ തന്നെ ഉയർപ്പ് പെരുന്നാളിന്റെയും അനുഭവത്തിലൂടെ കടന്നു വരുമ്പോൾ ഇടവകയുടെ സ്ഥാപനത്തിന്റെ വാർഷികവും അതോട് ചേർന്ന് പരിശുദ്ധനായ മോർ ഗ്യൂരീസ് സഹദായുടെ പെരുന്നാളും എല്ലാം ചേർന്ന് ഇന്നലെയും ഇന്നുമായിട്ട് നാം ആചരിക്കുകയാണ്. കർത്താവിന്റെ ഉയർപ്പിന് ശേഷം നാം ഇന്ന് വായിച്ചു കേട്ടതായ എവൻഗേലിയനിൽ കാണുന്നത് ശ്ലീഹന്മാരെ അവരുടെ പ്രയത്നത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടിന്റെ ഒരു സമയത്ത് കർത്താവ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതായ ഭാഗമാണ്. കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എങ്കിൽ തന്നെയും നമ്മുടെ കർത്താവിന്റെ ശ്ലീഹന്മാർക്ക് പലപ്പോഴും ഇനി എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചുള്ളതായ ആശങ്കയും ഭയവും ഒക്കെയുമായിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നാം ഇന്ന് വായിച്ചത്, ശമോൻ പത്രോസ് കൂട്ടുശ്ലീഹന്മാരോട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. കാരണം അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു പിടുത്തമില്ല. കർത്താവിനോട് കൂടെ കുറച്ചു കുറെ വർഷങ്ങളുണ്ടായിരുന്നു. അവർ പലതും പ്രതീക്ഷിച്ചു, പല മാറ്റങ്ങളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. റോമൻ ആധിപത്യത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുമെന്നൊക്കെ വിചാരിച്ചു. അതൊന്നും നടന്നില്ല. നടന്നത് ആകെ തങ്ങളുടെ ഗുരുവും നാഥനുമായിട്ട് വിശ്വസിച്ചിരുന്നതായ കർത്താവിനെ യഹൂദന്മാര് റോമൻ പടയാളികളുമായി ചേർന്ന് ക്രൂശിക്കുന്നതും കബറടക്കുന്നതും ഒക്കെയുമാണ്. അതുകൊണ്ട് ഒരു തരത്തിൽ നിരാശരായിരുന്നവരായ ശ്ലീഹന്മാർ വീണ്ടും തങ്ങളുടെ പഴയ പണിയിലേക്ക്, നമുക്കറിയാം കർത്താവിന്റെ വിളി പ്രകാരം വലയും പിതാവിനെ ഉപേക്ഷിച്ച് വന്നവരാണ് ശ്ലീഹന്മാർ. ആ തൊഴിലിലേക്ക് തിരികെ പോകുന്നതായ ഒരു സന്ദർഭമാണ് നാം ഇന്ന് കണ്ടത്. പക്ഷെ അവിടെ കർത്താവ് അവരുടെ പിന്നാലെ ചെല്ലുന്നത് നാം വായിക്കുന്നു. എന്തെന്നാൽ രാത്രി മുഴുവനും അവരും മീൻപിടുത്തം നടത്തി, പക്ഷെ മീൻ മാത്രം കിട്ടിയില്ല. നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് പോലെയല്ല, ശ്ലീഹന്മാരുടെ തൊഴിലാണത്. They were very expert in fishing. അവര് വളരെ പ്രഗത്ഭരായ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പരിചയക്കാരായിട്ടുള്ളതായ ശ്ലീഹന്മാർ. അവർക്ക് പരിചയമുള്ള ഗെനസറത്ത്, ഈ ഗലീല തടാകത്തിലാണ് അവർ മീൻ പിടിക്കുന്നത്, വേറെ ഒരു അപരിചിതമായ സ്ഥലത്തുമല്ല. പക്ഷേ രാത്രി മുഴുവനും അവർ വല വീശിയിട്ടും ഒരു മീനെ പോലും ലഭിക്കുവാൻ ഇടയായില്ല എന്ന് നാം വായിക്കുകയാണ്. എന്നാൽ പ്രഭാതത്തോടടുക്കുമ്പോൾ കർത്താവ് അവർക്ക് പ്രത്യക്ഷനാകുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ പടകിന്റെ വലതു ഭാഗത്ത് വല വീശുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കർത്താവ് പറയുന്നു. ശ്ലീഹന്മാർ അതനുസരിച്ച് വല
വീശുന്നു. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അതിലകപ്പെട്ട മത്സ്യങ്ങളുടെ പെരുപ്പം നിമിത്തം വലിച്ചു കയറ്റുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്താണ് നാം ഇതിൽ നിന്ന് കാണുന്നത്? കർത്താവ് ശ്ലീഹന്മാരെ ഉപേക്ഷിച്ചു പോവുകയല്ല, മറിച്ച് അവരുടെ അവിശ്വാസം, അവരുടെ മാനുഷികമായ ബലഹീനതകളിൽ ശക്തി കൊടുക്കുവാൻ, വീണ്ടും ഉത്തേജിപ്പിക്കുവാനായിട്ട് കർത്താവ് ശ്രമിക്കുകയാണ്. So he is appearing before them and telling them to throw the net on the right side of the boat. ഇവിടെ നാം കാണുന്നത് കർത്താവിനെ കൂടാതെയുള്ളതായ ഒരു അധ്വാനത്തിലേക്ക് ശ്ലീഹന്മാർ പോകുന്നതാണ്. അങ്ങനെ പോകുമ്പോൾ അതിന് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. അവരുടെ കഴിവ് കുറവല്ല, അവരുടെ ഞാൻ പറഞ്ഞതുപോലെ തടാകത്തെ കുറിച്ചുള്ള ഏത് സ്ഥലത്ത് ലൊക്കേഷനിലാണോ ഫിഷ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള അപരിചിത്വമല്ല. പക്ഷേ ഒരു വ്യത്യാസമേ ഉള്ളൂ, കർത്താവ് അവരോട് കൂടെ ഇല്ല എന്നുള്ളതായ വ്യത്യാസം. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവിനെ കൂടാതെ നാം ആയിരിക്കുന്നുവെങ്കിൽ, പ്രവർത്തിക്കുന്നുവെങ്കിൽ പലപ്പോഴും അതിന് പ്രയോജനം ലഭിക്കുകയില്ല. ഈ കർത്താവ് വലതുഭാഗത്ത് വലയെറിയാൻ പറഞ്ഞു. വലയെറിഞ്ഞപ്പോൾ വല മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ് ഇഷ്ടംപോലെ മീനുകളെ കിട്ടി. വലിയ തരം 153 വലിയ തരം മീനുകൾ അവരെ കിട്ടി. ഈ മീനുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു, അല്ലെ? പക്ഷെ അതിന്റെ ഉടയവൻ പറയാത്തത് കൊണ്ട് അവർ ആ വലയിലോട്ട് കയറിയില്ല. പത്രോസിനോ അല്ലെങ്കിൽ കൂട്ടശ്രീയന്മാർക്ക് അറിയാൻ പാടാഞ്ഞിട്ടല്ല, അവര് ഇടത്ത് വലത്തൊക്കെ വീശി നോക്കിയിട്ടുള്ളതാണ്. പക്ഷേ പ്രകൃതിയുടെ നാഥനാകുന്ന സർവ്വജീവജാലങ്ങളുടെയും അധിപനാകുന്ന സൃഷ്ടികർത്താവ് പറയുമ്പോളേ ഇതൊക്കെയും അതിനകത്ത് അനുസരണയോടുകൂടെ കയറുകയുള്ളൂ. അത് പിതാക്കന്മാരെ പഠിപ്പിക്കുന്നത് സഭയുടെ ഒരു വളർച്ചയെ കുറിച്ചുള്ള ഒരു ഭാഗമായിട്ടാണ് ഇതിനെക്കുറിച്ച്, അത്ഭുതകരമായ മീൻപിടുത്തത്തെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്. ലോകമാകുന്ന കടലിൽ, സഭയാകുന്ന കപ്പലിൽ പത്രോസിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ മീൻപിടുത്തം. നമുക്കറിയാം, ആദ്യമേ പത്രോസിനെ വിളിക്കുമ്പോൾ പറയുന്നത്, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞവനായ കർത്താവ് ആ മനുഷ്യരെ പിടിക്കുന്നതായ സഭയിലേക്ക് വിശ്വാസികളെ ചേർത്ത് വരുത്തുന്നതായ ആ ഒരു വലിയ ക്യാപ്ചറിങ്ങിനെയാണ് സിംബോളിക് ആയിട്ട് ഈ വലിയ മീൻപിടുത്തത്തിലൂടെ നമ്മെ കാണിക്കുന്നത്. അതേ തുടർന്ന് ശ്ലീഹന്മാർ വളരെ ശക്തവാന്മാരായി കർത്താവിനെ സാക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ കർത്താവിൽ നിന്ന് പരിശുദ്ധ